സിജോ ജോൺ എന്ന യൂട്യൂബറുടെ ജീവിതം തന്നെ മാറിമറിഞ്ഞത് ബിഗ് ബോസ് മലയാളം സീസൺ 6-ൽ മത്സരാർത്ഥിയായി എത്തിയപ്പോൾ മുതലാണ്. വാക്ക് തർക്കത്തിനിടെ പ്രകോപിതനായി അസീറോക്കി മുഖത്തിടിച്ചതോടെ വലിയൊരു അപകടമാണ് സിജോയ്ക്കുണ്ടായത്. ഇപ്പോഴും അതുമായി ബന്ധപ്പെട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ സിജോയെ അലട്ടുന്നുണ്ട്. എന്നാൽ സിജോ പ്രകോപിപ്പിച്ചതുകൊണ്ട് മാത്രമാണ് താൻ ഇടിച്ചതെന്നാണ് റോക്കി പറയുന്നത്. മാത്രമല്ല, ഇത്രയും വലിയൊരു ദുരവസ്ഥയിലൂടെ സിജോ കടന്നു പോകുമ്പോഴും മാപ്പ് ചോദിച്ചുകൊണ്ട് ഒരു വീഡിയോ ചെയ്തതല്ലാതെ ഒരിക്കൽ പോലും നേരിൽ ചെന്ന് കണ്ട് സിജോയോടും കുടുംബത്തോടും മാപ്പ് പറയാൻ അസീറോക്കി ഇതുവരെയും തയ്യാറായിട്ടില്ല. ഇപ്പോഴത്തെ ഏറ്റവും പുതിയ അഭിമുഖത്തിൽ സിജോയോട് ചെയ്ത പ്രവൃത്തിയെ ന്യായീകരിക്കുന്ന അസീറോക്കിയെ വിമർശിച്ച് തിരിക്കുകയാണ് സീസൺ 6-ലെ മത്സരാർത്ഥിയും യൂട്യൂബറുമായ സീക്രട്ട് ഏജന്റ് എന്ന സായി കൃഷ്ണ. അസുഖം മറച്ചുവെച്ച് ഗെയിം കളിച്ച് സർവൈവ് ചെയ്ത സിജോ കാട്ടുതീയല്ല, കൊടുങ്കാറ്റാണെന്നാണ് സായി കൃഷ്ണ പറയുന്നത്. സ്വന്തം യൂട്യൂബ് ചാനലിൽ പങ്കുവച്ച വീഡിയോയിൽ സംസാരിക്കുകയായിരുന്നു സായി കൃഷ്ണ. സിജോ എന്റെ ക്ലോസ് ഫ്രണ്ടും ബ്രദറുമാണിപ്പോൾ. അവനെ അടുത്തറിഞ്ഞപ്പോഴാണ് അവന്റെ വൈബ് മനസ്സിലായത്. പലരും ജാസ്മിൻ അടക്കമുള്ളവരുടെ ജേർണിയെ കുറിച്ച് പറഞ്ഞത് കേട്ടു. സിജോയ്ക്ക് മേജർ ഇൻസിഡന്റ് ആണ് സീസൺ 6-ൽ വെച്ചുണ്ടായത്. അതിൽ നിന്നെല്ലാം സർവൈവ് ചെയ്ത് തിരിച്ചു വന്നു സിജോ രണ്ടാമത് ഹൗസിലേക്ക് വന്ന ശേഷം സിജോയുടെ ഗെയിം ഡൗൺ ആയി പോയെന്ന് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ടായിരുന്നു. മാത്രമല്ല, കാട്ടുതീയെന്ന് വിളിച്ച് കളിയാക്കുന്നതും കണ്ടിട്ടുണ്ട്. ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് അസീറോക്കിയുടെ ഒരു അഭിമുഖം വീഡിയോ കാണാൻ ഇടയായതുകൊണ്ടാണ്. റോക്കിയുടെ വേർഷനാണ് ആ അഭിമുഖത്തിൽ പറഞ്ഞത്. സിജോയോട് ചെയ്ത പ്രവൃത്തിയിൽ റോക്കി ന്യായീകരിക്കുന്നത് കാണുമ്പോൾ വിഷമം തോന്നുന്നു എന്നും പറ്റിയെന്ന് തിരിച്ചറിഞ്ഞ് സിജോയെയും അവന്റെ ഫാമിലിയെയും റോക്കി വിളിച്ച് സോറി പറയണമായിരുന്നുവെന്നും അല്ലാതെ പബ്ലിക് സ്റ്റണ്ടിന്റെ ഭാഗമായി സോറി പറയുകയായിരുന്നില്ല ചെയ്യേണ്ടതെന്നും സായി കൃഷ്ണ പറയുന്നുണ്ട്. റോക്കി സിജോയുടെ ലൈഫിലുണ്ടാക്കിയ ഇമ്പാക്ട് വലുതാണ്. വെർബൽ എബിലിറ്റി വളരെ കൂടുതലുള്ള വ്യക്തിയായിരുന്നു റോക്കിയുമായുള്ള പ്രശ്നത്തിന് മുമ്പ് വരെ സിജോ. പക്ഷെ താടിയലിന് പരിക്കേറ്റ ശേഷം സിജോയ്ക്ക് അധികം സംസാരിക്കാൻ പറ്റാതെയായി എന്നും ഭക്ഷണം പോലും നന്നായി കഴിക്കാൻ സിജോയ്ക്ക് ഹൗസിലായിരുന്നപ്പോൾ പോലും പറ്റുന്നില്ലായിരുന്നുവെന്നും ഇപ്പോഴും നിത്യജീവിതത്തിൽ സിജോ ഇത് തുടരുന്നുണ്ട്. പുറത്തു പോയി ഫുഡ് കഴിച്ചാലും അവസ്ഥ ഇതൊക്കെ തന്നെയാണെന്നും എപ്പോഴും സോഡയും സിറിഞ്ചും കയ്യിൽ കരുതണമെന്നും ആ വിഷമം അവൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. ശ്വേതാ മോഹൻ ഹൗസിൽ വന്നപ്പോൾ സിജോയുടെ അവസ്ഥ കണ്ടതാണെന്നും അത്രത്തോളം നീരുണ്ടായിരുന്നു മുഖത്തെന്നും സായി കൃഷ്ണ പറയുന്നുണ്ട്. ഹോട്ടൽ ടാസ്കിൽ സിജോ ഒരുപാട് സംസാരിച്ചിരുന്നു. വായിൽ പഴുപ്പ് വന്ന് സംസാരിക്കാനോ ഭക്ഷണം കഴിക്കാനോ കഴിയാതെ സിജോ ഇരിക്കുന്നത് താൻ കണ്ടിട്ടുണ്ട്. നന്നായി സംസാരിക്കേണ്ട ടാസ്ക് വന്നാൽ പോലും സിജോയ്ക്ക് ഇത്തരം പ്രശ്നങ്ങൾ ഉള്ളതിനാൽ ഒന്നിനും സാധിക്കുമായിരുന്നില്ല. സിജോയുടെ ഗെയിം ഡൗൺ ആയെന്ന് പറയുന്നവർ ഇതുകൂടി മനസ്സിലാക്കണമെന്നും ഇത്രയും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും തന്നെ മാക്സിമം സിജോ ഹൗസിൽ ചെയ്തിട്ടുണ്ടെന്നും ഇനിയും ചെന്നൈയിൽ പോയി സിജോയ്ക്ക് തുടർ ചികിത്സ ചെയ്യണമെന്നും ആരോഗ്യ പ്രശ്നങ്ങൾ നിരവധി ഉണ്ടായിട്ടും സിജോ പരാതി പറയാതെയാണ് അവിടെ ഗെയിം കളിച്ചതെന്നും ഒഴിഞ്ഞു മാറി നിന്നിട്ടില്ല. അങ്ങനെയുള്ള സാഹചര്യത്തിൽ സിജോ കാട്ടുതീയല്ല, കൊടുങ്കാറ്റാണെന്നാണ് സായി കൃഷ്ണ പുതിയ വീഡിയോയിലൂടെ പറയുന്നത്. സിജോയ്ക്ക് ആ സംഭവത്തോടെ ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ന്യായീകരിക്കുന്നതിനു പകരം റോക്കി സിജോയോടും കുടുംബത്തോടും സോറി പറയുകയാണ് വേണ്ടതെന്നും സായി കൃഷ്ണ കൂട്ടിച്ചേർത്തു. അതേസമയം കഴിഞ്ഞ ദിവസമാണ് റോക്കി ഒരു ഓൺലൈൻ മാധ്യമത്തിന് സ്വയം ന്യായീകരിച്ചുകൊണ്ട് വീഡിയോ നൽകിയത്. ഒരു ആക്ഷന്റെ റിയാക്ഷൻ മാത്രമാണ് അവിടെ സംഭവിച്ചതെന്നും മനഃപൂർവ്വം ചെയ്ത പ്രവൃത്തിയല്ലെന്നുമാണ് റോക്കി നടത്തിയ ഫിസിക്കൽ അസോൾട്ടിനെ ന്യായീകരിച്ചുകൊണ്ട് പറഞ്ഞത്. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.